ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ടാണ് റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ്. അതായത് നമ്മുടെ കോഴിക്കോടുള്ള ദീപക് എന്ന് പറഞ്ഞ 42 വയസ്സായ ചെറുപ്പക്കാരൻ സൂസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അത് എന്താണ് കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും. ബസ്സിനകത്ത് നടന്നൊരു ഇൻസിഡൻ്റാണ്. ബസ്സിനകത്ത് ഒരു പെൺകുട്ടി ഈ പറയുന്ന ദീപക്കിൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ എടുത്തു. എന്നിട്ട് ദീപക് വൃത്തികെട്ട രീതിയിൽ ആ പെൺകുട്ടിയെ തൊടാൻ ശ്രമിച്ചെന്നോ എന്നൊക്കെ ക്ലെയിം ചെയ്തിട്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടത്. അത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം ദാറ്റ് വാസ് ഓബ്വിയസ്ലി എ ഫേക്ക് ഇൻ ദ സെൻസ് എന്താ പറയുക, റീച്ചിന് വേണ്ടിയിട്ടും ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഒരു വീഡിയോ എടുത്ത് ഒരാളുടെ അടുത്ത് പോയി, പാവം പിടിച്ച് വെറുതെ മലയാക്കി അവിടെ നിന്ന് ഒരാളുടെ അടുത്ത് പോയി ഇന്ന് വീഡിയോ എടുത്തിട്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല, നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ പുള്ളിക്കാരൻ സൂസൈഡ് ചെയ്തു. പുള്ളിക്കാരൻ്റെ വീട്ടിൽ പുള്ളിയുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ടി വിയിൽ ന്യൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പറയുന്ന ഈ പുള്ളിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് കരയുന്നത് കണ്ടാൽ തന്നെ നമുക്ക് നല്ല വിഷമം വരും. ഒരു വല്ലാത്തൊരു സീനാണ്. അപ്പം അവരിനി എങ്ങനെ ജീവിക്കുമോ എന്നുള്ളതൊക്കെ ദൈവത്തിനറിയാം. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു. അപ്പം വെരി അൺഫോർച്ചുനേറ്റ്. അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞ പുള്ളിക്ക്, ഈ പറഞ്ഞ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അതെങ്കിലും ചെയ്യുക പ്ലീസ്. ഇനി അതെങ്കിലും ഇനി കുറേ വർഷങ്ങൾ ഇട്ടിട്ട് ഓടിച്ചിട്ട് അവസാനം അവർക്ക് മറ്റേ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ തടവ് എന്ന് പറഞ്ഞാൽ തടവി വിടാതെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഒരു ജീവനാണ് പോയത്, ഒരു ഫുൾ ഫാമിലിയാണ് ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, അപ്പം ഇത് ഇനിയും നടന്നുകൊണ്ടിരിക്കും. കാര്യം ഇതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഭയങ്കര റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ആൾക്കാർ ഇതുപോലെ റീസെൻ്റായിട്ട് കുറേ ഇതുപോലത്തെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കിട്ടാൻ, വ്യൂസ് കിട്ടാൻ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യുക, വൃത്തികെട്ട വീഡിയോസ് എടുക്കുക, എന്നിട്ട് അതിനെ അങ്ങ് പിടച്ച് വിടുക. അത് വൈറലാകും, പിന്നെ അവർ വൈറലാകും. അപ്പോൾ ഈ പരിപാടി ഇനി ചെയ്യാതിരിക്കുക ഗൈസ്. അത് കാരണം അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് വീഡിയോസ്, നിങ്ങൾക്ക് കണ്ടൻറ്റ് പല രീതിയിലും കണ്ടൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്ത ആൾക്കാരാണ്, ഒരു ടാലൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാ വെറുതെ വന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് സംസാരിക്കാം. നിങ്ങൾക്ക് വെറുതെ സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കാണിക്കാം, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ദിവസം എന്തൊക്കെ ചെയ്യുന്നത് കാണിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ ഈ പരിപാടി ദയവ് ഇത് ചെയ്യാതിരിക്കുക. കാരണം ദിസ് ഈസ് അഫക്റ്റിംഗ് ലൈഫ്സ്. അപ്പം അത് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇനി ആയാലും നടക്കും. ഇത് ഫ്യൂച്ചറിൽ ഇനി നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതുപോലെ തേർഡ് റേറ്റ് പരിപാടികൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇനിയും ഉണ്ട്. അപ്പം ഇതിന് ഇരയാവുന്ന ആൾക്കാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇതിന് ഇരയാവുന്ന ആൾക്കാർ ഇങ്ങനത്തെ പ്രവൃത്തി പോയി ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ പോയി നിങ്ങൾ ഇതുപോലെ ഡിപ്രസ്ഡ് ആവാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാമെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും വീഴാതിരിക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്ന 42 വയസ്സായ ചെറുപ്പക്കാരൻ, ദീപക് എന്ന ചെറുപ്പക്കാരൻ ഒരു അപ്പാവിയാണ്. പുള്ളി ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. പുള്ളിക്ക് മെൻ്റലി അത് സഹിക്കാൻ പറ്റിയില്ല, മനസ്സിലായില്ല. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട വാർത്ത പുള്ളിയെ ലിങ്ക് ചെയ്ത് ഇറക്കിയപ്പോൾ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയി ജീവൻ ഒടുക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം ഇതിന് ഇരയാവുന്ന ആളുകൾ പോയി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതെ കല്ല് പോലെ നിൽക്കുക. ഒന്നുകിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക. കല്ല് പോലെ നിൽക്കുക. ഓക്കെ, പിന്നെ നിങ്ങളിങ്ങനൊന്നും ചെയ്യാതിരിക്കുക. ആരായാലും ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒന്നിനും സൊല്യൂഷൻ അല്ല, പക്ഷേ എന്ന് വെച്ചാൽ ദിസ് ക്യാൻ ബി എ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് നിൽക്കുമ്പം, ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന ഒരാൾ, ആണായാലും പെണ്ണായാലും, ഇതുപോലെ വീഡിയോ എടുത്താൽ അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ നമുക്ക് ചോദ്യം ചെയ്യാം. സഭ്യമായ ഭാഷയിൽ നമുക്ക് മര്യാദയോടെ നമുക്ക് ഒരാളോട് ചോദ്യം ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളടുത്ത് നിന്ന് നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു ആൺകുട്ടി ഇതുപോലെ വീഡിയോ എടുത്താൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടി നമ്മളടുത്ത് ചോദിക്കും, എന്താണ് ഇവിടെ നടക്കണതെന്ന്. ആ പെൺകുട്ടി മാത്രമായിരിക്കില്ല, ആ പെൺകുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന മാമന്മാരും മാമിമാരും നിങ്ങളെ എടുത്തിട്ട് പൂശും അങ്ങനെ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ. അപ്പം അത് എന്തുകൊണ്ട് തിരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നിനൊന്നും സൊല്യൂഷൻ ആയിരിക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പം ഇങ്ങനെ ഇതുപോലെ അൺനെസസറി ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, എന്തിനാ അത് എടുത്തത്, എന്താ കാര്യം ചോദിക്കാം.
മനസ്സിലായില്ലേ? എന്നും പറഞ്ഞ് ഇനി വീഡിയോ എടുക്കുന്ന എല്ലാ, ഇപ്പോൾ ഇനി വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെ അടുത്തും പോയിട്ട് സദാചാരം കളിക്കരുത്, ആ പരിപാടി ചെയ്യരുത്. അത് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ സസ്പീഷ്യസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം എന്താണെന്ന്. അപ്പം നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ വരെ എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരു തീരുമാനമാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതേ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ആളുടെ ഇപ്പം നടന്ന കേസിൽ ഈ പറഞ്ഞ ആൾ വീഡിയോ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ദീപക് എന്നൊരാൾ വീഡിയോ എടുത്തത് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ആളൊരു അപ്പാവിയായിരുന്നു, അയാൾക്ക് മെൻ്റലി അത് താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കാതെ നോക്കുക. ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികൾ ദയവ് ചെയ്ത് ഒരുത്തിമാരും ചെയ്യാതിരിക്കുക. അത് വെറും നിങ്ങളെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യുന്നതിൻ്റെയും ഡീഗ്രേഡ് ചെയ്യുന്നതിൻ്റെയും അങ്ങ് എക്സ്ട്രീമാണ്. ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക. പിന്നെ ദയവ് ചെയ്ത് ഈ പറഞ്ഞ ഈ നടന്ന സംഭവത്തിൽ പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുക പ്ലീസ്, അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തത് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം പോസിറ്റീവ് വൈബ്സ്, ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക, നന്നാവട്ടെ. പിന്നെ ഓൾ ആർ പ്രേയേഴ്സ്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തേക്കും ഈ പറഞ്ഞ ദീപകിൻ്റെ ഫാമിലി, അവരുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളുടെ എല്ലാവിധ പ്രേയേഴ്സും ഉണ്ടാവും. അവരെത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് നല്ലൊരു ലൈഫ് ജീവിക്കാൻ പറ്റട്ടെ. ഓക്കെ ഗൈസ്, സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ആണായാലും പെണ്ണായാലും സ്റ്റേ സേഫ്. ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ബൈ ബൈ.